പുസ്തകമെഴുതുമ്പോൾ എഴുത്തുകാർക്ക് സാമ്പത്തിക ലാഭമുണ്ടാകാറുണ്ട്. ചിലർക്ക് അതിനൊപ്പം പേരും പ്രശസ്തിയും ഉണ്ടാകും. ജീവിതം തിരിച്ചുപിടിക്കാൻ എഴുതി തുടങ്ങിയ ഒരു യുവ എഴുത്തുകാരനെ പരിചയപ്പെടാം ഇനി. ഒരു വിഷാദത്തിൻ്റെ പകലിനും മരണത്തിനുമിടയിൽ വെച്ചാണ് സിയാദ് എഴുതി തുടങ്ങിയത്. വായിച്ചു തീർത്ത പുസ്തകങ്ങളും തീക്ഷ്ണമായ ജീവിത സ്മൃതികളും എഴുത്തിന് ഇന്ധനമായി. അങ്ങനെയാണ് വൈരാഗിയുടെ പുസ്തകം എന്ന കവിതാ സമാഹാരം പിറക്കുന്നത്. കഠിനമായ ജീവിതാനുഭവങ്ങൾ മനസ്സിൻ്റെ താളം തെറ്റിച്ചപ്പോൾ ആശുപത്രിക്കിടക്കയിൽ വെച്ച് സിയാദ് എഴുത്താരംഭിച്ചു. ജീവിതം അവസാനിക്കാതിരിക്കാനുള്ള ഏക മാർഗമായിരുന്നു എഴുത്ത്. കവിത അതിജീവനമായിരുന്നു. ഏകദേശം 10-11 വർഷമായിട്ട് ഞാൻ ഈ പുസ്തകം എഴുതുന്നുണ്ട്. ഫസ്റ്റ് കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ. പക്ഷേ ഈ പുസ്തകത്തിന് അതുവരെ ഒരു രാഷ്ട്രീയ മാനമോ ഒന്നും കൈവന്നിട്ടുണ്ടായിരുന്നില്ല. വർഷങ്ങളോളം എൻ്റെ എല്ലാ പ്രത്യാശയും ജീവിതം തന്നെ അവസാനിച്ചെന്നൊരു ഘട്ടത്തിലാണ് ഞാൻ ഈ പുസ്തകമാക്കുക എന്നുള്ള ചിന്തയിലേക്ക് വരുന്നത്. എഴുതിത്തീർന്ന വെള്ളിയാഴ്ച ഒരു സ്വപ്നം പോലെ പുസ്തകത്തിൻ്റെ കവർ ചിത്രം മനസ്സിൽ മിന്നിമാഞ്ഞു. അതിനെ പുനഃസൃഷ്ടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടുപോയി. ഒടുവിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സിയാദ് തന്നെ ആ ചിത്രം വരച്ചെടുത്തു. ഞാൻ കണ്ട ഒരു സ്വപ്നം, ഒരു വെള്ളിയാഴ്ച ദിവസം കണ്ട സ്വപ്നം, അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. പല ആർട്ടിസ്റ്റുകളും ഇതിന് വന്നു, പക്ഷെ ആർക്കും അത് വരയ്ക്കാൻ കഴിഞ്ഞില്ല. വലിയൊരു അവസ്ഥയിൽ കൂടെ ഈ ജീവിതം കടന്നു പോയിട്ട് അവസാനം നമ്മൾ ഈ പുസ്തകം പൂർത്തീകരിക്കുന്നത് ഹൈദരാബാദിൽ നിസാമുദ്ദീൻ വെച്ചിട്ടാണ് നമ്മൾ ഈ പുസ്തകം പൂർത്തീകരിക്കുന്നത്. എഴുതിത്തീർന്നതുകൊണ്ടോ പ്രസിദ്ധീകരിച്ചതുകൊണ്ടോ പുസ്തകത്തിൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല എന്നാണ് സിയാദ് വിശ്വസിക്കുന്നത്. സിയാദിന് പുസ്തകം മനുഷ്യരിലേക്കുള്ള ഇഷ്കിൻ്റെ പാലമാണ്. പുസ്തകം ഒരു ഇഷ്കിൻ്റെ പാലം എന്ന് പറയുക എന്നുള്ള സംഭവമാണ്. ഈ പുസ്തകത്തിൽ അവസാനിക്കുന്നില്ല. ഈ പുസ്തകം ഞാൻ ആദ്യം വരച്ചു കഴിഞ്ഞ് കവർ റിലീസ് കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾ ഇത് വാങ്ങി. പക്ഷെ എൻ്റെ ആവശ്യം ഉള്ള ഇതെന്ന് പറഞ്ഞാൽ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യരെല്ലാം നേരിട്ട് കാണുക, അവരായിട്ട് സംസാരിക്കുക, അവരുടെ കഥകൾ അറിയുക. അങ്ങനെ ഞാൻ കേരളം മൊത്തം ട്രാവൽ ചെയ്തിട്ടുണ്ട് ഈ മനുഷ്യരെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് യാത്രകൾ നടത്തിയിരുന്നു. ആ യാത്രകളിലാണ് ഈ പുസ്തകത്തിന് പുതിയൊരു മാനം വരുന്നത്. ആ എഫേർട്ടുകളിലാണ്. ഒരു അവധൂത സ്വപ്നം പോലെ സിയാദ് തൻ്റെ പുസ്തകവുമായി നിയമസഭാ പുസ്തകോത്സവ വേദിയിൽ അലഞ്ഞു നടന്നു. മീഡിയ 1 തിരുവനന്തപുരം.